ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, പ്രിയങ്ക നോർമൽ ആണെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അവള് നോർമലാ മോളെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയൂ? നമ്മുടെ മുമ്പില്, നാട്ടുകാരുടെ മുമ്പില്, വനിതാ കമ്മീഷന്റെ മുമ്പിലൊക്കെ അവരത് തെളിയിച്ചു വച്ചിരിക്കുന്നതാ. അയാൾ നിങ്ങളുടെ ബൈക്കിന് മുന്നിൽ എത്തിയതിനു ശേഷമുള്ള ദൃശ്യം CCTVയിലുണ്ട്. തൊട്ട് മുമ്പത്തേത് ലഭ്യമല്ല. നിങ്ങൾ അയാളെ എവിടെ വെച്ചാ കണ്ടത്? സാർ, അയാളെ വണ്ടിക്ക് കൈ കാണിച്ചു. പെട്ടെന്നൊന്നും മനസ്സിലാവാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോഴായിരുന്നു സാർ ആക്രമണം. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ, ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ വിളിപ്പിക്കും. ശരി സാർ. സോറി സർ, ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. മിസ്റ്റർ ജേക്കബ്, കുറ്റവാളികൾ പലപ്പോഴും നമ്മളെക്കാൾ സാമർഥ്യമുള്ളവരാണ്. അവര് പല രീതിയിലും നമ്മളെ പരീക്ഷിക്കും. കാരണം അതവരുടെ പ്രൊഫഷനാണല്ലോ. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി അതിനേക്കാളൊക്കെ മുകളില. ആളുകളുടെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന എല്ലാ തെളിവുകളും വെച്ച് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലയാളിയുടെയും സംഘത്തിന്റെയും കൂടുതൽ സഞ്ചാരം. എന്ന് പറഞ്ഞാൽ വരുണിന്റെ കുടുംബ വീടായ കണിമംഗലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ സർവേലൻസിൽ. സർ, പകൽവട്ടത്തിൽ എല്ലാവരുടെയും കൺമുമ്പിൽ ചിലപ്പോൾ അവരുണ്ടാവാം. സാധാരണക്കാരുടെ വേഷത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കാരുടെ വേഷത്തിലോ. ഇവിടെയാണ് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ വേറൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ പിടിച്ചിരിക്കും. അറിയാലോ, കൂട്ടാളികളിൽ ഒരുവൻ പോലീസ് കസ്റ്റഡിയിലായെന്നുള്ളത് കൂടുതൽ പ്ലാനിങ്ങിന് അവരെ നിർബന്ധിക്കും. നമ്മുടെ അന്വേഷണം അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കയ്യിൽ കിട്ടിയവൻ നഷ്ടപ്പെട്ടു പോയതല്ലേ സാർ? അവനെ എങ്ങനെയെങ്കിലും തിരഞ്ഞു പിടിച്ച് സാറിന്റെ അടുത്ത് എത്തിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ആദ്യം അയാൾ, പിന്നെ അതിലൂടെ കില്ലർ. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ഗ്യാങ്. അയ്യോ മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, അയ്യോ, എന്റെ വയറുവേദനിച്ചിട്ട് വയ്യേ. എന്തിനാടി നീ അത് മൊത്തം എടുത്ത് കലക്കേ? അത് കൊള്ളാം. മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്. ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ നീ അത് ചെയ്യുവോ? ആ ജയഭാരതിന്റെ അധികം കൂടിയാ ഇത് കണ്ടുപിടിച്ചതും കൊളവാക്കിയതും. ഓ അയ്യോ, ആ രണ്ടെണ്ണത്തിന്റെ തലയിൽ ഇഴുത്തി വീഴുന്നില്ലല്ലോ ഭഗവാനെ. അയ്യോ, ഇപ്പൊ ഇടിയൊന്നും വെട്ടാറില്ലല്ലോ മുത്തശ്ശി. വെട്ടിക്കാവടി, എന്റെ തലയെ തന്നെ വെട്ടിക്കാം. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ, കക്കുസി പോയി പോയി മടുത്തു. അയ്യോ, ഞാനിവിടെ കിടന്ന ചത്തുപോവേ. അയ്യോ, അയ്യോ, മുത്തശ്ശി എഴുന്നേക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കേ, അപ്പൊ എല്ലാം ശരിയാവും. എനിക്ക് വേണ്ട, കൊണ്ടുപോടി അവിടുന്ന്. അയ്യോ, എന്നാ മുത്തശ്ശി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആര് കൊണ്ടുപോകാനാടി? നമ്മളായിട്ട് പോകാന്ന് വിചാരിച്ചാ പിന്നെ അവര് നമ്മളെ ഇവിടെ കേറ്റില്ല. അയ്യോ, അയ്യോ അയ്യോ, എന്ത് പറ്റും മുത്തശ്ശിക്ക്? എന്തിനാ മുത്തശ്ശി കരയുന്നേ? സന്തോഷം കൊണ്ട് കരയുന്നതാ. നിനക്കൊക്കെ സമാധാനമായല്ലോ. എന്താ സുമാരിയമ്മ കാര്യം? ഞങ്ങളോട് അറിയട്ടെ. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അതെ, ജയഭാരതി മുത്തശ്ശിക്ക് ചട്നിയില് ഞങ്ങൾ വിമ്മ കലക്കി വെച്ചു. അവരത് പിടിച്ചു. അത് മുഴുവൻ എല്ലാരും കൂടെ നിർബന്ധിച്ച് മുത്തശ്ശി കൊണ്ട് കഴിപ്പിച്ചു. മുത്തശ്ശി അപ്പൊ തുടങ്ങി പരാക്രമ. അയ്യോ, പാവല്ലേ. അതാ മുത്തശ്ശി കരയുന്ന അല്ല മുത്തശ്ശി? അയ്യോ, അല്ല, ചട്ടിയില് വിമ്മ കലക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ എടുത്ത് കഴിക്കാൻ പോയത്? എല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തിയാ പിന്നെ കഴിക്കാതിരിക്കുന്ന എങ്ങനെയാ? അയ്യോ, ഓ, എല്ലാവരോടും കൂടിയൊക്കെ ഒന്ന് ബഹളം വെച്ച് എഴുന്നേറ്റ് പോവായിരുന്നില്ലേ? നിങ്ങളൊന്നും കരുതുന്ന പോലെ അല്ല. എടി, അവർക്കൊക്കെ എല്ലാം അറിയാം. നമ്മുടെ സകല അഭ്യാസം അവര് പിടിച്ചിട്ടുണ്ട്. അയ്യോ, അയ്യോ, എനിക്കൊട്ടും അയ്യേ. എന്റെ വയറ്റിലേതാണ്ട് കൂരുണ്ട് കയറുന്നേ. അയ്യോ, സുകുമാരി മുത്തശ്ശി നല്ല ബുദ്ധിയുള്ള ആളാണെന്നാ കരുതിയത്.
അടി തെറ്റിയാലേ ആനയും വീഴുമെന്ന് പറയുന്നത് ഇതാ അല്ലേ ചെറിയ? അടിതെറ്റിയ ആനയിലടി നിന്റെയൊക്കെ പൊടി ഇറങ്ങിക്കാനുണ്ടോ ഇറങ്ങി പോവാൻ. ആ ചെറിയമ്മ. അയ്യോ എടി ഒന്ന് അമർത്തി തടവടി. അയ്യോ ഉള്ള കാര്യം പറയാലോ, തള്ളക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇതോടുകൂടി അതങ്ങ് പോയി കിട്ടും. വാ. അയ്യോ അയ്യോ മാറി. അയ്യോ അയ്യോ ഞാനേ ഇപ്പൊ വരാവേ. ആ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിക്കേ. മുത്തശ്ശി എങ്ങോട്ടേ പോകുന്നേ? ഞാൻ സ്വർഗത്തിലേക്ക് പോവാടി. എന്താ? ആ. അയ്യോ ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ലേ ഈശ്വര. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും വിമ്മ് കലക്കി കൊടുക്കില്ലേ. ഓ ഈശ്വര എന്നെ കാത്തോണേ. അയ്യോ മുത്തശ്ശി അയ്യോ. ഓ, ഓ. സുകുമാരി മുത്തശ്ശി ഇന്നത്തെ ദിവസം ഇനി എഴുന്നേക്കും തോന്നില്ല. എഴുന്നേക്കും. വയറൊഴിഞ്ഞു കഴിയുമ്പോ താനെ എഴുന്നേക്കും. അപ്പൊ ഭക്ഷണം ചോദിക്കും. അപ്പൊ മോൾ എന്തു പറയും? എന്ത് പറയണം? ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കരുത്. അക്കാര്യത്തിൽ പരമേശ്വരന്റെ തീരുമാനം നമ്മൾ ശിരസാവഹിക്കും. പട്ടിണി കിടക്കട്ടെ. എന്തായാലും ഗർഭിണിയെ നോക്കിയില്ലെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ചെന്ന് പരാതി പറയില്ലല്ലോ. പട്ടിണിയാ നല്ലത്. മുത്തശ്ശി, പ്രിയങ്ക നോർമൽ ആണെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അവള് നോർമലാ മോളെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയൂ? നമ്മുടെ മുമ്പില്, നാട്ടുകാരുടെ മുമ്പില്, വനിതാ കമ്മീഷന്റെ മുമ്പിലൊക്കെ അവരത് തെളിയിച്ചു വച്ചിരിക്കുന്നതാ. അതുകൊണ്ട് അതിനെതിരെ നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോ അതിന് കൃത്യമായൊരു തെളിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവര് നമ്മളെ പറ്റിക്കും. എന്തായാലും ഈ കളിക്കൊരു ത്രില്ലുണ്ട് അല്ലേ രാധിക? പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് സുകുമാരി മുത്തശ്ശി പ്ലാൻ ചെയ്യുന്നു, നമ്മളൊക്കെ കിടുകിടാന്ന് വിറയ്ക്കുന്നു. ഇപ്പൊ നമ്മളെ കണ്ടാലേ സുകുമാരി മുത്തശ്ശിയുടെ കാലുകൾ കൂട്ടിയിടിക്കും. അതാണ് ഇപ്പൊ ഒരു വ്യത്യാസം. ഓരോ കള്ളത്തരങ്ങളായിട്ട് പൊളിഞ്ഞു വരുന്നതൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടൊരു പേടിയുണ്ട്. പിടിച്ചു നിൽക്കാൻ വേണ്ടി എടുക്കുന്ന അവസാനത്തെ അടവ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദുഷ്ടതയുടെ മൊത്തക്കച്ചവടമാ സുകുമാരിയുടെ തല. പക്ഷേ നമ്മളൊന്ന് കണ്ണു തുറന്ന് നിന്നാ മതി, താനെ കെട്ടടങ്ങും. ഈ പ്രിയങ്കയുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് മുത്തശ്ശി. എന്ത് പ്രതീക്ഷയാ? എന്തായാലും പട്ടിണിക്കിടാൻ നമ്മൾ തീരുമാനിച്ച ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ എങ്ങനെ ഒരാള് പിടിച്ചു നിന്ന് അഭിനയിക്കാൻ പറ്റുന്നേ? കുറെ കഴിയുമ്പോ തനി സ്വഭാവം എന്തായാലും പുറത്തു വരുമല്ലോ. അതിപ്പോ കരയാനായാലും ഭീഷണിപ്പെടുത്താനായാലും.